വെൽക്കം ടു സ്റ്റാൻഡേർഡ് 9 മാത്തമാറ്റിക്സ് ക്ലാസ്. പേജ് 10-ലെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു പാർട്ട് 2-ൽ. ഇനി പാർട്ട് 3-ൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. The perimeter of a rectangle is 40 centimeters and one side is 8 centimeters longer than the other. Calculate the lengths of the sides. അപ്പോൾ നമുക്കിത് ആദ്യം മനക്കണക്കായിട്ട് ചെയ്യാം. അതായത് ചുറ്റളവ് എന്ന് പറയുമ്പോൾ നീളവും വീതിയുടെയും 2 മടങ്ങാണ്. കാരണം നീളം അധികം വീതി അധികം നീളം അധികം വീതിയാണ് ചുറ്റളവ്. അതായത് 2 വശം നീളവും 2 വശം വീതിയും. അതായത് നീളവും വീതിയും കൂട്ടിയിട്ട് അതിൻ്റെ 2 മടങ്ങാണ് ചുറ്റളവ്. അത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് 40ൻ്റെ പകുതിയായ 20. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 8 ആണെന്ന്. കാരണം വീതിയേക്കാൾ 8 കൂടുതലാണ് നീളം എന്ന് പറഞ്ഞു. ഒരളവിനേക്കാൾ 8 കൂടുതലാണ് മറ്റേ അളവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീളവും വീതിയും തമ്മിലുള്ള ഡിഫറൻസ് 8. ഇനി നീളം നമ്മൾ മുമ്പ് ഒരിക്കൽ ഒരു കണക്ക് ചെയ്തായിരുന്നു. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിരുന്നാൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് തുകയും വ്യത്യാസവും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ നീളം എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. തുക പ്ലസ് വ്യത്യാസം ബൈ 2. തുക 20, വ്യത്യാസം 8. 20 + 8/2 = 14. ഇനി ചെറിയ സംഖ്യ, അതായത് സ്മോളർ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സം മൈനസ് ഡിഫറൻസ് ബൈ 2, അതായത് തുക മൈനസ് വ്യത്യാസം ബൈ 2. 20 - 8/2, അതായത് 12/2 6. അപ്പോൾ നമ്മുടെ പെരിമീറ്റർ റെക്റ്റാങ്കിളിൻ്റെ നീളം 14, വീതി 6. ചുറ്റളവ് 14 + 6 20 × 2 40. ചുറ്റളവ് 40 കിട്ടുന്നു. അതിലെ വലിയ സംഖ്യയായ 14 ചെറിയ സംഖ്യയായ 6-നേക്കാൾ 8 കൂടുതലാണ്. നമ്മുടെ ആൻസർ ശരിയാണ്. ലെന്ത് ഓഫ് വൺ സൈഡ് എക്സ് എന്നും ലെന്ത് ഓഫ് അനദർ സൈഡ് അതിനേക്കാൾ 8 കൂടുതൽ x+8 എടുത്ത് മറ്റൊരു രീതിയിലും ചെയ്യാം. അതായത് പെരിമീറ്റർ അല്ലെ ചുറ്റളവ് എന്ന് പറയുമ്പം 2 ഗുണം നീളം അധികം വീതി, അതായത് ഒരു സൈഡ് എക്സ് മറ്റേ സൈഡ് x+8 = 40. അപ്പോൾ 2 ഗുണം 2x + 8 എന്ന് പറയുന്നത് 40. x + x 2x. 2x + 8 എന്ന് പറയുന്നത് 40/2 20. 2xൻ്റെ വില 20 - 8. ഈ 8 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 20 - 8 ഇത് 8ആണ്. 20 - 8. അപ്പോൾ അത് 12 എന്ന ആൻസർ കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടുന്നു. അപ്പോൾ സൈഡ്സിൻ്റെ നീളം എക്സിൻ്റെ വില 6, മറ്റേ സൈഡ് അതിനേക്കാൾ 8 കൂടുതൽ 14. ഇനി നിങ്ങൾക്ക് തോന്നാം ഇതിലേത് ചെറിയ വശത്തിനാണോ വലിയ വശത്തിനാണോ എക്സ് എന്നെടുക്കേണ്ടത്. അത് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇവിടെ ചെറിയ വശത്തിനാണ് എക്സ് എന്നെടുക്കുന്നതെങ്കിൽ മറ്റേ വശം വലിയ വശത്തിനാണ് എക്സ് എന്നെടുക്കുന്നതെങ്കിൽ മറ്റേ വശം x-8 എന്നെടുക്കണം. അപ്പോൾ ഇവിടെ 2 × x + x-8 എന്ന് വരും. അപ്പോൾ ഇവിടെ 2x - 8. 2x - 8 എന്ന് പറയുന്നത് 20 എന്ന് വരുമ്പോൾ 2xൻ്റെ വില ഈ -8 ഇപ്പുറേ പോകുമ്പം 20 + 8 28 വരും. 2xൻ്റെ വാല്യൂ എത്ര വരും? 28 വരും. എക്സിൻ്റെ വാല്യൂ 14 വരും. അപ്പോൾ വലിയ സൈഡ് 14 എന്ന് കിട്ടും. ചെറിയ സൈഡ് അതിനേക്കാൾ 8 കുറവ് x-8 എന്നല്ല എടുത്തത്. അപ്പോൾ അത് 6 എന്ന് വരും. അപ്പോൾ നമുക്ക് ഏത് സൈഡിന് വേണമെങ്കിലും എക്സ് എന്ന് എടുക്കാം. അപ്പോൾ അതനുസരിച്ച് വലിയ സൈഡാണ് എക്സ് എന്നെടുക്കുന്നതെങ്കിൽ മറ്റേ സൈഡ് x-8 എന്ന് എടുക്കണം. ചെറിയ സൈഡാണ് എക്സ് എന്ന് എടുക്കുന്നതെങ്കിൽ മറ്റേ സൈഡ് അതിനേക്കാൾ 8 കൂടുതൽ x+8 എന്നെടുക്കാം. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് എക്സും വൈയും 2 വേരിയബിൾസ് ഉപയോഗിച്ചുള്ളതാണ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ സൈഡ്സ്. അപ്പോൾ 2 × x+y എന്ന് പറയുന്നത് 40. കാരണം 2 × നീളം അധികം വീതി. x+yയുടെ വാല്യൂ 40യുടെ പകുതിയായ 20. x - y എന്ന് പറയുന്നത് 8. ഇത് രണ്ടും കൂടി ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആഡ് ചെയ്യുമ്പം 2xൻ്റെ വാല്യൂ 28 വരും. എക്സിൻ്റെ വാല്യൂ 14 വരും. ഇനി 1-ൽ നിന്ന് 2 കുറച്ചാൽ x - x 0, y - y എന്ന് പറയുമ്പോൾ y + y, അതായത് 2y. 20-ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 12. വൈയുടെ വാല്യൂ 12/2. 12/2 എന്ന് പറയുന്നത് 6 എന്ന് വരും. അങ്ങനെയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു
സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? A wire 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other end into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? അപ്പോൾ നമുക്കിത് മനക്കണക്കായിട്ട് ചെയ്യാം. അതായത് 3.5 മീറ്റർ നീളമുള്ള കമ്പി ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണം ആക്കുന്നു. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ അതേ നീളം തന്നെയാണ് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും വരുന്നത്. അപ്പോൾ മൊത്തം 4, 3, 7 ഒരുപോലെയുള്ള വശങ്ങൾ. 7 ഗുണം ഒരു വശം എന്ന് പറയുമ്പോൾ 3.5 ആണ്. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് 3.5/7. 7×5 35. അപ്പോൾ 0.5. അപ്പോൾ ഇനി സമചതുരത്തിന് 4 തുല്യ വശങ്ങളുണ്ട്. 4 ഗുണം 0.5, അതായത് 4×5 20, 2.0, അതായത് 2 മീറ്റർ. ഇനി സമഭുജ ത്രികോണത്തിന് 3 തുല്യ വശങ്ങളാണ്. 3 ഗുണം 0.5, 3 ഗുണം 5 15, ഒരു ദശാംശ സ്ഥാനം മാറ്റുമ്പോൾ 1.5 മീറ്റർ. അപ്പോൾ ഇനി നമുക്കിത് തന്നെ എങ്ങനെ ചെയ്യാം? നമുക്ക് വേരിയബിൾസ് ഇട്ടും ചെയ്യാം. അതായത് എക്സ്, രണ്ട് സ്ക്വയറിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ നീളം എക്സ് എന്ന് കൊടുക്കാം. എല്ലാം തുല്യ വശമാണല്ലോ. അപ്പോൾ ഇതും എക്സ്, ഈ 4 വശവും എക്സ് ആണ്, ഈ 3 വശവും എക്സ്. അപ്പോൾ എല്ലാത്തിനും എക്സ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടുത്തെ എക്സ് 4 പ്രാവശ്യം 4x + 3x എന്ന് പറയുന്നത് 7x ആണ്. അത് 3.5 മീറ്ററാണ്. എക്സിൻ്റെ വില 3.5/7 എന്ന് പറയുമ്പോൾ 0.5 കിട്ടുന്നു. അപ്പോൾ 4x എന്ന് പറയുമ്പോൾ 4 ഗുണം 0.5 2 മീറ്റർ. 3x 3 ഗുണം 0.5 1.5 മീറ്റർ. അപ്പോൾ വയർ എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ മുറിക്കണം? വയർ വിൽ ബി കട്ട് ഇൻറ്റു 2 മീറ്റേഴ്സ്. 2 മീറ്ററും അതുപോലെ 1.5 മീറ്ററുമായിട്ട് വയർ നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ 2 മീറ്റർ ഉള്ളത് സമചതുരം ഉണ്ടാക്കുന്നു. മറ്റേ 1.5 മീറ്റർ 3 തുല്യ ഭാഗമായിട്ട് മടക്കിയിട്ട് സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. ഇവിടെ എല്ലാ വശവും തുല്യമായതുകൊണ്ട് എക്സ്, വൈ എന്നിങ്ങനെ 2 വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല.